ആശ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സെക്രട്ടേറിയറ്റ് പടിക്കൽ ഇന്ന് ആയിരക്കണക്കിന് പേരെ അണിനിരത്തി പൗരസാഗരം നടത്തും. സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരാണ് 10 മണിക്ക് പരിപാടിയിൽ അണിനിരക്കുന്നത്. കേരളത്തിന്റെ പൊതുസമൂഹം മുഴുവൻ ആശാപ്രവർത്തകരോടൊപ്പം എന്ന് തെളിയിക്കുന്ന പരിപാടിയാകും പൗരസാഗരം എന്ന് സമരസമിതി വ്യക്തമാക്കി. AK സ്റ്റെഫിന്റെ റിപ്പോർട്ട്. 62ാം ദിവസത്തിലാണ് സെക്രട്ടേറിയറ്റ് പടിക്കലുള്ള ആശാപ്രവർത്തകരുടെ സമരം കൂടുതൽ കടുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് സമരസമിതിയുടെ തീരുമാനം. ഇന്ന് വിവിധ മേഖലകളിൽ നിന്നുള്ള പൗരപ്രമുഖരെ ഇറക്കിക്കൊണ്ട് പൗരസാഗരം നടത്തുന്നതിന് വേണ്ടിയുള്ളൊരു രീതിയിലേക്കാണ് സമരം മാറുന്നത്. പ്രത്യേകിച്ചും വിവിധ മേഖലകളിൽ നിന്നുള്ളവർ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തും, പൊതുസമൂഹം ഇങ്ങോട്ടേക്ക് എത്തുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് അവർക്കുള്ളത്. നിരാഹാര സമരം അതിനോടൊപ്പം തന്നെ തുടരുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് പൗരസാഗരം നടത്തുകയാണ്. എങ്ങനെയാണ് അതിൻ്റെ ഒരു ക്രമീകരണങ്ങളൊക്കെ? കേരളത്തിൻ്റെ പൊതുസമൂഹം ഈ സമരത്തോടൊപ്പം എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്ന് തുടങ്ങിയിട്ടുണ്ട് രാവിലെ തന്നെ. തീർച്ചയായിട്ടും ഇത് ആശാവർക്കർമാർ മാത്രം നടത്തേണ്ടുന്ന ഒരു അതിജീവന പോരാട്ടമല്ല എന്ന തിരിച്ചറിവാണ് വന്നിരിക്കുന്നത്. നല്ലൊരു സംഗമം തന്നെയായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത്. വലിയ തോതിലുള്ള ആശാവർക്കർമാരും ഇന്നിവിടെ എത്തിച്ചേരും. കാലാവസ്ഥ വളരെ പ്രതികൂലമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഞങ്ങൾ ഈ വിഷുവും വർഷവും എല്ലാം ഈ തെരുവിൽ കഴിയേണ്ടി വരുമെന്നാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് അനുവദിക്കാൻ പറ്റില്ല. പാവപ്പെട്ട ആശാവർക്കർമാർ അവർക്ക് ജീവിക്കണം. പൊതുസമൂഹത്തിൻ്റെ ഒരു പിന്തുണ തേടുമ്പോൾ സർക്കാർ കണ്ണു തുറക്കുമെന്നൊരു പ്രതീക്ഷ ഉണ്ടോ? ഇനി കണ്ണു തുറക്കണമല്ലോ. കാരണം ഇതൊരു പിടിവാശിയുടെ പ്രശ്നമല്ല. ഇതൊരു പണിയെടുക്കുന്ന തൊഴിലാളി കൂലി ചോദിക്കുന്നതിൻ്റെ വിഷയമാണ്. ആ കൂലി ചോദിക്കുമ്പോൾ അവിടെ ഒരു പിടിവാശി അതാർക്കും നല്ലതല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ട് അത്തരം നിലപാടുകൾ ഗവൺമെൻറ് മാറ്റും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഓണറേറിയം വർദ്ധിപ്പിക്കുക, ഒപ്പം തന്നെ വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റ് പടിക്കൽ 2 മാസമായി സമരമിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുന്നതുവരെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളത് തന്നെയാണ് ആശാപ്രവർത്തകർ വ്യക്തമാക്കുന്നത്. മഴയാണ്, ഒരു പ്രതികൂലമായ കാലാവസ്ഥയാണ് എങ്കിൽ പോലും കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും. സർക്കാർ കണ്ണു തുറക്കുമെന്നുള്ളത് തന്നെയാണ് അവരുടെ പ്രതീക്ഷ. പ്രേംശശിക്കൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാപ്രവർത്തകർ നടത്തുന്ന സമരത്തിൽ ഇന്നാണ് പൗരസാഗരം ഉണ്ടാവുക. വിവിധ വ്യക്തികൾ, സംഘടനകളൊക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പൊതുജനങ്ങൾ അണിനിരന്നുകൊണ്ടുള്ള പൗരസാഗരമായിരിക്കും. പക്ഷേ പ്രതികൂല കാലാവസ്ഥയാണ്. തിരുവനന്തപുരത്ത് കനത്ത മഴയുണ്ട്. ഈ മഴയൊക്കെയും അതിജീവിച്ച് ഇവരുടെ കുടുംബാംഗങ്ങൾ അടക്കമുള്ളവർ, പൊതുജനങ്ങൾ ഈ പൗരസാഗരത്തിൽ പങ്കെടുക്കും എന്നാണ് അവർ പറയുന്നത്.